സാധാരണ മനുഷ്യനും ശാസ്ത്രചിന്തകർക്കും ഒന്നുപോലെ അളവറ്റ അത്ഭുതമുളവാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ജീവൻ. ജീവന്റെ ഉത്ഭവം, നിലനിൽപ്പ് തുടങ്ങിയ ഒട്ടേറെ നിഗൂഢതകൾ ഇന്നും വിശദീകരിക്കുവാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. സൂക്ഷ്മജീവികൾ മുതൽ സങ്കീർണമായ ഘടനയോടുകൂടിയ വലിയ ജീവിവർഗങ്ങൾ വരെ തിങ്ങി നിറഞ്ഞ ഈ പ്രകൃതിയിലേക്ക് കണ്ണോടിച്ചാൽ ജീവന്റെ രഹസ്യങ്ങൾ നമ്മെ വിസ്മയഭരിതരാക്കും. ആ രഹസ്യങ്ങൾ തേടിയുള്ള ശാസ്ത്രത്തിന്റെ യാത്ര തുടരുകയാണ്. ജീവന്റെ രഹസ്യങ്ങൾ തേടിയുള്ള ശാസ്ത്രത്തിന്റെ യാത്രയ്ക്ക് ഏറെ പഴക്കമുണ്ട്. എന്നാൽ ജീവൻ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ എക്കാലവും ശാസ്ത്രജ്ഞർ നേരിട്ടിട്ടുള്ള ഏറ്റവും സങ്കീർണമായ സമസ്യകളായി തുടരുക തന്നെയാണ്. ജീവശാസ്ത്രത്തിന്റെ അടിസ്ഥാനം തന്നെയായ ജീവൻ എന്ന വിസ്മയത്തിന്റെ സങ്കീർണതകൾ പഠന വിഷയമാക്കിയ ശാസ്ത്രജ്ഞരും ഏറെയുണ്ട്. ജീവൻ സംബന്ധിച്ച എണ്ണമറ്റ മേഖലകളിൽ പഠനങ്ങൾ തുടരുകയാണ്. അതിനിടയിൽ സമീപകാലങ്ങളിലായി ഒരു ചോദ്യമുയർന്നിരുന്നു: മനുഷ്യന് കൃത്രിമമായി ജീവൻ സൃഷ്ടിക്കാൻ കഴിയുമോ? ഏറെ പേരിൽ കൗതുകവും ആകാംക്ഷയും ആശങ്കയും സൃഷ്ടിച്ച, ഒട്ടേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചോദ്യം. കൃത്രിമമായി ഒരു ജീവരൂപത്തെ സൃഷ്ടിക്കുന്നതിനായി ഏറെക്കാലമായി ഗവേഷണങ്ങളിൽ മുഴുകിയിരിക്കുന്ന ശാസ്ത്രജ്ഞർ ചിലരുണ്ട്. അവരിൽ പ്രധാനിയാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ജോൺ ക്രെയ്ഗ് വെൻഡർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘം കൃത്രിമമായി ഒരു ബാക്ടീരിയ സൃഷ്ടിച്ചു എന്ന പ്രഖ്യാപനം 2010 വിപ്ലവം സൃഷ്ടിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഈ രംഗത്ത് ആഴമേറിയ ഗവേഷണങ്ങൾ നടത്തിയിരുന്ന ക്രെയ്ഗ് വെൻഡറുടെ നേട്ടം നിർണായകമായി വിലയിരുത്തപ്പെടുന്നു. We're here today to announce the first synthetic cell, a cell made by starting with the digital code in the computer, building the chromosome from 4 bottles of chemicals, assembling that chromosome in yeast, transplanting it into a recipient bacterial cell, and transforming that cell into a new bacterial species. So this is the first self-replicating species that we've had on the planet whose parent is a computer. It also is the first species to have its own website encoded in its genetic code. But we'll talk more about the watermarks in a minute. This is a project that had its inception 15 years ago when our team, we called the Institute Tiger, were involved in sequencing the first 2 genomes in history. We did Haemophilus influenzae, and then the smallest genome of a self-replicating organism, that of Mycoplasma genitalium. And as soon as we had these 2 sequences, we thought, if this is supposed to be the smallest genome of a self-replicating species, could there be even a smaller genome? Could we understand the basis of cellular life at the genetic level? It's been a 15-year quest just to get to the starting point now to be able to answer those questions. ബാക്ടീരിയയുടെ പരിഷ്കരിക്കപ്പെട്ട രൂപങ്ങൾ സൃഷ്ടിക്കുവാനായി ഗവേഷണങ്ങളിൽ മുഴുകിയ ശാസ്ത്രജ്ഞർ മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി മുന്നിൽ കണ്ടിരുന്നു. 2005 സിന്തറ്റിക് ജിനോമിക്സ് എന്ന ഒരു കമ്പനി ജോൺ ക്രെയ്ഗ് വെൻഡറുടെ കൂടി പങ്കാളിത്തത്തോടെ സ്ഥാപിക്കപ്പെട്ടതിനു പിന്നിൽ വ്യാവസായികമായ ചില ലക്ഷ്യങ്ങളുമുണ്ട്. പുതുതലമുറ ജൈവ ഇന്ധനങ്ങളുടെ ഉൽപ്പാദനം, ചില മരുന്നുകളുടെ നിർമ്മാണം, മലിനീകരണം, ആഗോളതാപനം തുടങ്ങിയവയുടെ നിയന്ത്രണം എന്നിവ ആ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. സമീപകാലത്ത് ശാസ്ത്രരംഗം കയ്യെത്തിപ്പിടിച്ച ഈ നിർണായക നേട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന സങ്കീർണമായ ചില വിഷയങ്ങളുണ്ട്. അതിനെ പിന്തുടർന്ന് ഈ ഗവേഷണ മേഖലയുടെ ശാസ്ത്രീയവും ധാർമ്മികവും വിശ്വാസപരവുമായ തലങ്ങൾ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു.
ജീവൻ എങ്ങനെ ഉത്ഭവിച്ചുവെന്നോ അതിൻ്റെ വികാസ പരിണതികളിൽ എന്തൊക്കെയാണ് സംഭവിച്ചതോ എന്നുള്ളതിനെപ്പറ്റി ശാസ്ത്രത്തിന് ഇപ്പോഴും ഒരുപാട് അവ്യക്തതകളുണ്ട്. എന്നിരുന്നാൽ പോലും കൃത്രിമ ജീവൻ എങ്ങനെയെങ്കിലും ലബോറട്ടറികളിൽ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുമോ എന്നുള്ള സ്വപ്നം പിന്തുടരുന്നെന്ന് ശാസ്ത്രം പിൻവാങ്ങിയിട്ടില്ല. ഒരു പരിധിവരെ ഒരു കൃത്രിമ ജീവനെ തന്നെ ഇതുവരെയുള്ള ജീവരൂപങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇതിനോട് മുൻപ് തന്നെ നിലനിൽക്കുന്ന ഒരു ജീവരൂപത്തിൽ നിന്നാണ്. അങ്ങനെയല്ലാതെ പ്രപഞ്ചത്തിലെ മൂലകങ്ങൾ ഉപയോഗിച്ച് അവയുടെ ജനിതക ഘടനയെ കീഴിലാക്കിക്കൊണ്ട് നമുക്കൊരു പുതിയ ജീവരൂപത്തെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? അതാണ് കൃത്രിമ ജീവൻ എന്ന ശാസ്ത്രീയ പദ്ധതിയുടെ പൊരുൾ എന്ന് പറയുന്നത്. ജൈവ സാങ്കേതിക വിദ്യയുടെ വികാസത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സ്വപ്ന പദ്ധതിയാണ് എന്ന് തന്നെ പറയാം കൃത്രിമ ജീവൻ പരീക്ഷണശാലകളിൽ നിർമ്മിച്ച് എടുക്കുക എന്നുള്ളത്. ഇന്ന് ജീവശാസ്ത്ര മേഖലയിലെ ജനിതക മേഖലയിലെയൊക്കെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ തന്നെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ആർട്ടിഫിഷ്യൽ ലൈഫ്, സിന്തറ്റിക് ബയോളജി എന്നൊക്കെ പറയുന്നത്. ആ രീതിയിൽ ഒത്തിരി പ്രൊജക്റ്റുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഗൂഗിള് അടുത്ത കാലത്ത് ലോഞ്ച് ചെയ്തിരിക്കുന്ന കലിസ്കോപ്പ് പ്രൊജക്റ്റ് ഇതിനോട് ഒത്തിരി അടുത്ത് വരുന്ന ഒരു പദ്ധതിയാണ്. ഇതിനെല്ലാം ഉപരിയായിട്ട് 2010 ക്രെയ്ഗ് വെൻഡറും കൂട്ടരും പുറപ്പെടുവിച്ച ആ വിപ്ലവം തന്നെ ഒരു പരിധിവരെ ഒരു ബാക്ടീരിയയെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്ന അവകാശവാദം, അത് കൃത്രിമ ജീവൻ്റെ നിർമ്മിതിയിലേക്കുള്ള ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റത്തിൽ സുപ്രധാനമായ ഒരു ചുവടുവയ്പ്പായിട്ട് കണക്കാക്കപ്പെടുന്നു. എപ്രകാരമാണ് ക്രെയ്ഗ് വെൻഡറിൻ്റെ ഈ കണ്ടുപിടുത്തത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എത്രമാത്രം ശാസ്ത്രീയമാണ് ഈ കണ്ടുപിടുത്തം? ശരിക്കും ഇതൊരു കൃത്രിമ ജീവൻ്റെ തന്നെ നിർമ്മിതിയാണോ? ഈ വക ശാസ്ത്രീയ മേഖലകളിലേക്ക് കൃത്രിമ ജീവനെ സംബന്ധിക്കുന്ന ഇപ്പോഴത്തെ ക്രെയ്ഗ് വെൻഡറിൻ്റെയും കൂട്ടരുടെയും പരീക്ഷണങ്ങളെ സംബന്ധിച്ച് അല്പം വെളിച്ചം വീശുകയാണെങ്കിൽ നന്നായിരിക്കും. 2010 പ്രശസ്തനായ ജോൺ ക്രെയ്ഗ് വെൻഡർ എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് സിന്തറ്റിക് ലൈഫ് ക്രിയേറ്റ് ചെയ്തത്. മൈക്കോപ്ലാസ്മ മൈക്കോയിഡ്സ് എന്ന ബാക്ടീരിയയുടെ ജീനോം, ദാറ്റ് ഈസ് കംപ്ലീറ്റ് DNA സീക്വൻസ്, അദ്ദേഹം 4 ബോട്ടിൽസ് ഓഫ് കെമിക്കൽസ്, അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ ആൻഡ് ഗ്വാനിൻ, ഈ കെമിക്കൽസ് ഉപയോഗപ്പെടുത്തി അദ്ദേഹം ലബോറട്ടറിയിൽ സിന്തസൈസ് ചെയ്തു. ഈ കൃത്രിമ ജീനോം, കൃത്രിമമായിട്ടുള്ള DNA വേറെ ഒരു ബാക്ടീരിയ മൈക്കോപ്ലാസ്മ കാപ്രിക്കോളം എന്ന് പറയുന്ന ബാക്ടീരിയയിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയും ഈ ബാക്ടീരിയയുടെ കൺട്രോൾ ഈ സിന്തറ്റിക് ജീനോം ഏറ്റെടുക്കുകയും അത് മൾട്ടിപ്ലൈ ചെയ്ത് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് മൈക്കോപ്ലാസ്മ മൈക്കോയിഡ്സ് സെൽസ് ഉണ്ടാവുകയും ചെയ്തു. ഇപ്രകാരം ഒരു മാൻമെയ്ഡ് DNA ഒരു സെല്ലിൻ്റെ മുഴുവനായിട്ടുള്ള കൺട്രോൾ ഏറ്റെടുക്കുകയും ഡിവൈഡ് ചെയ്ത് അത് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നത് ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാൽവയ്പ്പാണ്. ജോൺ ക്രെയ്ഗ് വെൻഡറുടെ നേതൃത്വത്തിലുള്ള ശാസ്ത്ര സംഘത്തിൻ്റെ നേട്ടം ചരിത്രപരമാണ്. അത് ജീവന്റെ രഹസ്യത്തിലേക്കുള്ള ശാസ്ത്രത്തിൻ്റെ യാത്രയെ ഒരു പടി കൂടി മുന്നോട്ട് നയിച്ചിരിക്കുന്നു. അനേക വർഷങ്ങൾ നീണ്ട അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ കൂടുതൽ സങ്കീർണമായ തലങ്ങളിലൂടെ മുന്നേറുകയാണ്. വ്യക്തമായ ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ ഗവേഷണ സംഘം തങ്ങളുടെ പഠനങ്ങൾ തുടരുന്നത് എന്നതിനാൽ ലോകം അവരുടെ മുന്നേറ്റങ്ങളെ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു. അതിസൂക്ഷ്മമായ ഒരു കോശത്തിൽ സ്ഥിതി ചെയ്യുന്ന DNA-ക്കുള്ളിലെ സങ്കീർണതകളെക്കുറിച്ചുള്ള ഏറെ വെളിപ്പെടുത്തലുകളും ഈ ശാസ്ത്രകാരന്മാരിലൂടെ ലോകത്തിന് ലഭിക്കുന്നുണ്ട്. സൂക്ഷ്മതലങ്ങളിൽ പോലും ജീവൻ എത്രമാത്രം സങ്കീർണമാണെന്ന തിരിച്ചറിവ് ജീവന്റെ രഹസ്യം എത്ര മഹത്തരമാണ് എന്ന ബോധ്യത്തിലേക്കും നമ്മെ നയിക്കുന്നു. ഈ ഓർഗനിസത്തെ അദ്ദേഹം SIN10 എന്നാണ് വിളിച്ചിരുന്നത്. അതിൽ 901 ജീൻസ് ഉണ്ടായിരുന്നു. തുടർന്ന് 2016 ആയപ്പോഴേക്കും ഈ SIN10 എന്ന് പറയുന്ന ആ ഓർഗനിസത്തിൽ നിന്നും നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ആവശ്യമില്ലാത്ത ജീനുകളെ മാറ്റി SIN30 എന്ന ഒരു ഓർഗനിസം ക്രെയ്ഗ് വെൻഡർ ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. ഈ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഓർഗനിസത്തിൽ സൂക്ഷ്മ ജീവികളിൽ ജനറ്റിക് മോഡിഫിക്കേഷൻ നടത്തി ഫ്യൂവൽസ് ഉണ്ടാക്കാനും ഡ്രഗ്സ് ഉണ്ടാക്കാനുമൊക്കെ ഇത് ഉപകാരപ്രദമാകുമെന്നത് വലിയൊരു ചുവടുവയ്പ്പാണ്.
മറ്റു ചില ഗവേഷണ സംഘങ്ങളും ഈ രംഗത്ത് സജീവമായുണ്ട്. കൃത്രിമ ജീവരൂപങ്ങളെ പരീക്ഷണശാലകളിൽ നിർമ്മിക്കുന്നതിനായി ചിലവേറിയ പദ്ധതികൾക്ക് രൂപം നൽകിയിരിക്കുന്നതിൻ്റെ പിന്നിൽ അവർക്കും ചില വികസിത രാജ്യങ്ങൾക്കും വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ഇക്കാലത്ത് ലോകത്തിന് വലിയ ഭീഷണിയായിരിക്കുന്ന ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ ഇടപെടുവാനും മലിനീകരണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും പുതിയ തലമുറ ഇന്ധനങ്ങൾ നിർമ്മിക്കുവാനും തുടങ്ങി നീണ്ട നിര ലക്ഷ്യങ്ങളാണ് ഇവർക്കുള്ളത്. ഈ അടുത്ത കാലത്ത് 2017 ഫ്ലോയ്ഡ് റോംസ്ബർഗ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, സ്ക്രിപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്രം കാലിഫോർണിയ, അദ്ദേഹം സിന്തറ്റിക് DNA ബേസസ് ഉണ്ടാക്കുകയും അത് എസ്ക്രീഷ്യ കോളൈ ബാക്ടീരിയയിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ സിന്തറ്റിക് ബേസ് പെയർസ് എക്സ് ആൻഡ് വൈ ഇൻ അഡീഷൻ ടു ATCG അഡിനിൻ തൈമിൻ സൈറ്റോസിൻ ആൻഡ് ഗ്വാനിൻ അതിന് പുറമെ എക്സ് ആൻഡ് വൈ ബേസ് പെയർസ് ഉണ്ടാക്കുകയും ആ എക്സ് ആൻഡ് വൈ ബേസ് പെയർസ് ജീൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ജീൻസ് ആക്ട്സ് ആസ് എ ടെംപ്ലേറ്റ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. അതായത് പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഡ്രഗ്സ് ഇതിലൂടെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ എസ്ക്രീഷ്യ കോളൈ പോലെയുള്ള ബാക്ടീരിയയിൽ ഇതുപോലെയുള്ള ജനറ്റിക് മോഡിഫിക്കേഷൻ നടത്തി ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വരെ സാധ്യമാണ് എന്നും ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. ജോൺ ക്രേഗ് വെൻഡറുടെ നേതൃത്വത്തിൽ മൈക്കോപ്ലാസ്മ മൈക്കോയിഡ് എന്ന ബാക്ടീരിയ ഉപയോഗിച്ച് നടന്ന ഗവേഷണം ജൈവശാസ്ത്ര രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഒരു നേട്ടം തന്നെയാണെങ്കിലും പലരും ധരിച്ചതുപോലെ പരീക്ഷണശാലയിൽ രൂപം കൊണ്ട സൂക്ഷ്മജീവി തികച്ചും പുതുതായി സൃഷ്ടിക്കപ്പെട്ട ഒന്നായിരുന്നില്ല. താരതമ്യേന ലളിതമായ ജനിതക ഘടനയുള്ള ഒരു ബാക്ടീരിയയെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ മറ്റൊരു രൂപത്തിലേക്ക് പരിഷ്കരിക്കുകയാണ് ഉണ്ടായത്. അതിനപ്പുറം അതിസങ്കീർണമായ മറ്റൊരു തലത്തിലേക്ക് ഇത്തരം ഗവേഷണങ്ങൾ കടന്നു ചെല്ലുവാൻ ശാസ്ത്രത്തിന് ഇനിയുമേറെ യാത്ര ചെയ്യേണ്ടതുണ്ട്. മാധ്യമങ്ങൾ ഒത്തിരി പ്രചാരം കൊടുത്ത ഒരു സംഗതിയാണ് ക്രേഗ് വെൻഡറിൻ്റെ ഈ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വിമർശകരും ഈ കണ്ടുപിടുത്തത്തെ ഒത്തിരി വിമർശനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഒരു കൃത്രിമ ജീവൻ്റെ നിർമ്മിതി എന്ന് പറയുന്നതിൽ നിന്നും ഒരുപാട് വിദൂരതയിലാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് വിമർശകരുടെ പക്ഷം. അപ്പോൾ ഈ മാധ്യമങ്ങൾ ഈ കൊട്ടിഘോഷിക്കുന്ന പ്രതിച്ഛായയ്ക്കപ്പുറം ശാസ്ത്രീയമായിട്ട് നമ്മളിതിനെ വിലയിരുത്തുകയാണെങ്കിൽ ശരിക്കും ഒരു കൃത്രിമ ജീവൻ്റെ നിർമ്മിതിയാണോ ക്രേഗ് വെൻഡറിൻ്റെ കണ്ടുപിടുത്തം വഴി സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് എപ്രകാരമാണ് വിലയിരുത്തുക? ക്രേഗ് വെൻഡറിൻ്റെ കണ്ടുപിടുത്തം ഒരു ക്രിയേഷൻ ഓഫ് ലൈഫ് എന്നതിനേക്കാൾ ഉപരിയായി മോഡിഫിക്കേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നതാണ് വാസ്തവം. കാരണം ക്രേഗ് വെൻഡർ ജീനോം മാത്രമാണ്, അതിൻ്റെ കൃത്രിമ ജീൻ ഒരു കംപ്ലീറ്റ് DNA സീക്വൻസ് മാത്രമാണ് സിന്തസൈസ് ചെയ്തത്. ഒരു സെല്ലെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ഡ്രൈ വെയ്റ്റിൻ്റെ 1% മാത്രമാണ് ഈ സിന്തറ്റിക് ജീനോം ഉണ്ടാകുന്നുള്ളൂ. മാത്രമല്ല ഈ സിന്തറ്റിക് ജീനോം മറ്റൊരു ബാക്ടീരിയയുടെ സെല്ലുലാർ മെഷീനറി യൂസ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. അതിന് പുറമെ ഈ ക്രേഗ് വെൻഡർ എന്ന ആ സയൻറ്റിസ്റ്റ് ഇത് ക്രിയേറ്റ് ചെയ്തത് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ്. അല്ലാതെ ഒന്നുമില്ലായ്മയിൽ നിന്നല്ല സൃഷ്ടിച്ചത്. ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ക്രിയേഷൻ ഔട്ട് ഓഫ് നത്തിങ്. ഇവിടെ ഉള്ളതിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ക്രിയേഷൻ എന്നതിനേക്കാൾ ഉപരി ഇറ്റ് ഈസ് മോഡിഫിക്കേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നതാണ് വാസ്തവം. ജീവൻ്റെ നിർമ്മിതിയല്ല, നിലനിൽക്കുന്ന ജീവനിൽ നടത്തിയ സുപ്രധാനമായ ഒരു ഭേദഗതി മാത്രമാണ്. ശാസ്ത്രീയമായിട്ട് ഇതിനെ സമീപിച്ചാൽ അപ്രകാരം വേണം നമ്മളിതിനെ നോക്കിക്കാണുവാൻ എന്നുള്ളതാണ് സിസ്റ്റർ പറഞ്ഞത്. അതെ, ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളില്ല. അതിനെക്കുറിച്ചുള്ള അറിവ് പരിമിതമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെയായിട്ടും ഒരു ട്രൂ ആയിട്ടുള്ള വ്യക്തമായിട്ട് ആർട്ടിഫിഷ്യൽ ലൈഫ് എന്ന് പറയാവുന്ന ഒരു കൃത്രിമ ജീവനെ ആരും തന്നെ സൃഷ്ടിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ പല രീതിയിൽ നടക്കുന്നുണ്ട്. ഇത് ഒറിജിൻ ഓഫ് ലൈഫുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവിടെയും നമ്മുടെ പരീക്ഷണങ്ങളിൽ പല ബുദ്ധിമുട്ടുകളുമുണ്ട്. കാരണം ലൈഫ് എന്ന് പറയുന്നത് ഈ കെമിക്കൽസ് മാത്രമല്ല, ഇതൊരു കെമിക്കൽ സിസ്റ്റം ഡ്രിവൺ ബൈ എ ജനറ്റിക് പ്രോഗ്രാം. അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് അതിൻ്റെ സോഫ്റ്റ്വെയറാണ്. അതിൽ സങ്കീർണമായ ഇൻഫർമേഷൻ കണ്ടൻ്റ് ഉണ്ട്.
ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ കണ്ടൻറ്റും ഇതിനകത്ത് ഫീഡ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു കെമിക്കൽ സെറ്റപ്പ് വേണം ഇതിനെ ഡീകോഡ് ചെയ്യുന്നതിനുള്ള. ഇങ്ങനെ സങ്കീർണമായിട്ടുള്ള ഒരു സെല്ലിനെ ഇതിൻ്റെ ഇതുവരെ മനസ്സിലാക്കിയ കെമിക്കൽ പ്രോസസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക പ്രോസസ്സ് വഴി ഇത്തരത്തിലുള്ള ഒന്നിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആർക്കും തന്നെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. വളരെ വർഷങ്ങൾ നീണ്ട നിരവധി ശാസ്ത്രജ്ഞരുടെ പ്രയത്നങ്ങളാണ് സിന്തറ്റിക് ജീനോമോട് കൂടിയ JCVI SYN 1.0 മൈക്കോപ്ലാസ്മ മൈക്കോയിഡ് എന്ന ബാക്ടീരിയയുടെ സൃഷ്ടിയിലേക്ക് നയിച്ചത്. ക്രെയ്ഗ് വെൻഡറുടെ നേതൃത്വത്തിലുള്ള ആ ടീമിൻ്റെ പഠനം വീണ്ടും മുന്നോട്ട് നീങ്ങുകയും തുടർന്ന് കൂടുതൽ വിജയകരമായി SYN 3.0 എന്ന ജീവരൂപം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മൈക്കോപ്ലാസ്മ മൈക്കോയിഡിൻ്റെ DNA സൂക്ഷ്മഘടകങ്ങളെ പഠനങ്ങൾക്ക് വിധേയമാക്കി പല ജീനുകളെയും നീക്കം ചെയ്ത് ഒടുവിൽ 473 ജീനുകൾ എന്ന എണ്ണത്തിലേക്ക് എത്തിക്കുകയുമാണ് ഉണ്ടായത്. 5,31,000 അടിസ്ഥാന ഘടകങ്ങൾ അവയിൽ അടങ്ങിയിരിക്കുന്നു. പഠനങ്ങളിലും പരീക്ഷണങ്ങളിലും വെല്ലുവിളികൾ ഏറെയായിരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ബാക്ടീരിയയിലെ പല ജീനുകളുടെയും ധർമ്മമെന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതിരുന്നതായിരുന്നു പ്രധാന ആശയക്കുഴപ്പങ്ങളിലൊന്ന്. ചില രാസഘടകങ്ങൾ കൂടിച്ചേർന്ന് DNA-കളും ജീനുകളും ഉണ്ടാകുമ്പോഴും അവയിൽ അദൃശ്യമായി പ്രവർത്തിക്കുന്ന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള വിചിന്തനം ആഴമേറിയതാണ്. അതിൽ ഇടപെടുവാൻ ശാസ്ത്രത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. സിന്തറ്റിക് ലൈഫ് അഥവാ കൃത്രിമ ജീവനുമായി ബന്ധപ്പെട്ട പഠനങ്ങളും കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ട് ജൈവശാസ്ത്രം മുന്നേറുമ്പോൾ അതിനെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു വലിയ സമൂഹമുണ്ട്. ഈ രംഗത്തെ സാധ്യതകൾ ദുരുപയോഗിക്കപ്പെട്ടേക്കാം എന്ന ആശങ്കയാണ് പ്രധാനം. മനുഷ്യൻ്റെയും ലോകത്തിൻ്റെയും നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പക്വതയോടെയുള്ള മുന്നേറ്റമാണ് ഇന്നിൻ്റെ ആവശ്യം. ഇതൊരു വളരെ യങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഈ ആർട്ടിഫിഷ്യൽ. അതുകൊണ്ട് ഇതിൻ്റെ ലോങ് ടേം ഇഫക്റ്റ് എന്താണ്, ഇതെങ്ങനെയാണ് മനുഷ്യനെ ബാധിക്കുന്നത്, മനുഷ്യൻ ചിന്താഗതിയെ എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്, മനുഷ്യൻ്റെ ഫിസിയോളജി എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, ഈ കാര്യത്തെപ്പറ്റി കാര്യമായിട്ട് ആരും ശരിയായിട്ട് പഠിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മളൊരു സോഷ്യൽ ബീയിങ്സാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ഇതുകൊണ്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. ഇതൊക്കെ പഠിക്കാതെ ഇതിൽ എടുത്തിയാടുക എന്ന് പറയുന്നത് ബുദ്ധിപരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കാര്യത്തിലും നമ്മൾ അല്പം പേഷ്യൻ്റായിട്ട് മുമ്പോട്ട് പോകുന്നത് എപ്പോഴും ആവശ്യമാണ്, അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്കും മനുഷ്യന് തന്നെയും ഇതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. നമുക്ക് അറിഞ്ഞുകൂടാ, ഒരു പുതിയ ഓർഗനിസം പരിസ്ഥിതിയിലേക്ക് നമുക്ക് ചുറ്റുപാടുകളിലേക്കും വിട്ടുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കൃത്യമായി അറിഞ്ഞുകൂടാ. അതുകൂടാതെ ഇതുപോലെയുള്ള ടെക്നിക്സ് ഉപയോഗപ്പെടുത്തി ടെററിസ്റ്റ് അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ ഗ്രൂപ്പ്സ് അവരൊക്കെ ബയോളജിക്കൽ വെപ്പൺസ് ആയിട്ട് ഇതുപോലെയുള്ള ഓർഗനിസത്തിനെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകാം 2001 ആന്ത്രാക്സ് അറ്റാക്ക് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ബാസിലസ് ആന്ത്രാസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ സ്പോർസ് അവർ പോസ്റ്റിൽ അയക്കുകയും അത് ഓപ്പൺ ചെയ്തപ്പോൾ അത് ശ്വസിച്ചവരെല്ലാം മരിക്കുകയും ചെയ്ത ഒരവസ്ഥാവിശേഷമായിരുന്നു. ഇതുപോലെ ഇങ്ങനെയുള്ള ചെറിയ മൈക്രോ ഓർഗനിസത്തിൽ ജനറ്റിക് മോഡിഫിക്കേഷൻ നടത്തി അതിനെ ഹാംഫുൾ ആയിട്ടുള്ള ജീവികളാക്കി മാറ്റി ബയോളജിക്കൽ വെപ്പൺസ് ആയിട്ട് ഉപയോഗപ്പെടുത്താം എന്നൊരു മറുവശം കൂടി ഈ ഒരു ടെക്നോളജിക്കുണ്ട്. ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ ബിഗ് ബാങ് മുതൽ മനുഷ്യൻ്റെ പരിണാമത്തോളം നീണ്ടതാണ് പ്രപഞ്ചത്തിൻ്റെ ചരിത്രം. ഇതിനിടയിൽ എപ്പോഴോ രൂപം കൊണ്ട മൂലകങ്ങളിൽ ശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ കണക്കനുസരിച്ച് 94 എണ്ണമാണ് ഈ കാണുന്ന സകലതിൻ്റെയും അടിസ്ഥാനം. അവയുടെ സംയോജനം കൊണ്ട് ജീവനുള്ളതും ഇല്ലാത്തതുമായ പദാർത്ഥങ്ങൾ രൂപം കൊള്ളുന്നു. ഈ പദാർത്ഥങ്ങളിൽ ജീവന് പോലും നിലനിൽക്കാനാവും വിധമുള്ള കഴിവ് നിക്ഷേപിച്ച അനന്തശക്തി ദൈവമല്ലാതെ മറ്റാരുമല്ല എന്നതാണ് വാസ്തവം. ഇക്കാണുന്നവയിലെല്ലാം സ്വാഭാവികമായി കുടികൊള്ളുന്ന ചൈതന്യത്തെ ഉപയോഗിച്ച് മനുഷ്യൻ ചില പുതുമകൾ കണ്ടെത്തുന്നു എന്നതിനപ്പുറം സൃഷ്ടാവിൻ്റെ സ്ഥാനം മനുഷ്യൻ ഏറ്റെടുക്കുന്നു എന്ന വാദത്തിന്
പ്രസക്തിയില്ല. ഇനി ഒരു കാലത്ത് മനുഷ്യൻ ജീവൻ നിർമ്മിക്കുമോ എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകാം. പക്ഷേ ദൈവമാണ് ഈ മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്, പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയത് ദൈവമാണ്. മാത്രമല്ല അതിലുള്ള സാധ്യതകൾ നൽകിയതും ദൈവമാണ്. ഈ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഒരു പക്ഷേ മനുഷ്യന് ഭാവിയിൽ ജീവൻ ഉണ്ടാക്കുവാൻ സാധിച്ചേക്കും എന്ന് കരുതി ദൈവത്തിൻ്റെ റോൾ അവിടെ നിന്നും മാറ്റപ്പെടുന്നില്ല. കാരണം ദൈവമാണ് ഈ മാറ്ററിൽ അതിനുള്ള പൊട്ടൻഷ്യൽ കൊടുത്തത്. ഒരിക്കലും സയൻറ്റിസ്റ്റ് ഒരു കോമ്പറ്റേറ്റേഴ്സ് എന്നതിനേക്കാൾ ഉപരി ദേ ആർ കൊലാബറേറ്റേഴ്സ് ഇൻ ദി ആക്ട് ഓഫ് ക്രിയേഷൻ എന്ന് പറയുന്നതാണ് വാസ്തവം. ജീവശാസ്ത്രവും വിശിഷ്യ ജനിതക ശാസ്ത്രവും ആധുനിക മനുഷ്യന് മുന്നിൽ വച്ചു നീട്ടുന്ന സാധ്യതകൾ അനന്തമാണ്. ദൈവം ഈ പ്രപഞ്ചത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള അമൂല്യമായ ചൈതന്യത്തിൻ്റെ ഭാഗം തന്നെയാണ് അത്. ജീവന്റെ രഹസ്യങ്ങൾ തേടിയുള്ള യാത്രയിൽ ആ ഒരു വലിയ ബോധ്യം ആധുനിക ലോകം ഉള്ളിൽ സൂക്ഷിക്കേണ്ടത് വലിയൊരു ഉത്തരവാദിത്തം കൂടിയാണ്. മനുഷ്യനോടും പ്രപഞ്ചത്തോടും ദൈവിക നിയമങ്ങളോടും നീതി പുലർത്തിക്കൊണ്ടുള്ള നേട്ടങ്ങളെ ഈ ലോകത്തെ നന്മയിലേക്ക് നയിക്കുകയുള്ളൂ. ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളിലൂടെയും ആധുനിക മനുഷ്യൻ്റെ തിരിച്ചറിവുകളിലൂടെയുമുള്ള നമ്മുടെ യാത്ര തുടരുന്നു. ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഈ ഡോക്യുമെൻ്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9745901960. മൂന്ന് രീതികളാണ് ഉള്ളത്. ഒന്ന് കൃത്രിമ ബീജദാന രീതി, ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ. 2 IVF ടെസ്റ്റ് ട്യൂബ് ബേബി രീതി. 3 പ്രത്യുൽപാദന ക്ലോണിംഗ്, റീപ്രൊഡക്റ്റീവ് ക്ലോണിംഗ്. ലോകത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു മെഷീനറി കണ്ടുപിടിക്കാൻ പോലും മനുഷ്യന് പറ്റിയിട്ടില്ല. ക്രോമസോമിൻ്റെ നമ്പർ പകുതിയാവുന്ന ആ പ്രോസസ്സ് നടക്കാനാണ് ദൈവം നമുക്ക് റിപ്രൊഡക്റ്റീവ് ഓർഗാൻ അല്ലെങ്കിൽ സെക്സ് ഓർഗാൻ തന്നത്. സാങ്കേതികമായി ഇവയൊക്കെ സാധ്യതമായതുകൊണ്ട് മനുഷ്യൻ്റെ നിലയെയും വിലയെയും സംരക്ഷിച്ചുകൊണ്ട് അവൻ്റെ അന്തസ്സിന് കാവലായി നിന്നുകൊണ്ട് തന്നെയാണോ ശാസ്ത്രം ഇത്തരണത്തിലുള്ള സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തുന്നത് എന്നതും ഒരുപോലെ ചിന്തനീയമായിട്ടുള്ള കാര്യമാണ്.